ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി വ്ളോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ്, ഒരുപാട് നാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മാസത്തിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വോട്ടിങ്ങിന്റെ ദിവസമാണ്. ഏപ്രിൽ 6-ാം തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതിന്റെ വീഡിയോ ആണ്. അപ്പൊ ഞാനും അച്ഛനും കൂടിയാണ് പോയത്. അമ്മ റെസ്റ്റിലാണ് വീട്ടില്. അപ്പം ഞങ്ങളൊരു 7 മണിയായപ്പോഴത്തേന് വന്നു കേട്ടോ. അപ്പൊ നല്ല തിരക്കായിരുന്നു, ഞങ്ങളുടെ ആ ഒരു ബൂത്തിന്റെ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാൻ വോട്ട് ചെയ്തിട്ട് ഇറങ്ങി. ഫീമെയിലിന്റെ ഭാഗത്ത് ആൾക്കാർ കുറവായതുകൊണ്ട് ഞാൻ നേരത്തെ വോട്ട് ചെയ്തിട്ട് ഇറങ്ങി. അച്ഛൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൂഡിലോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ നിന്നത്. അപ്പൊ അച്ഛനാണ് പറഞ്ഞത്, ആ ഒരു വോട്ടിങ്ങിന്റെ ഇതല്ലേ, നീ വേണമെങ്കിൽ വ്ലോഗ് എടുക്കുന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്തത് അച്ഛനാണ്. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇതുമായിട്ടുള്ളൊരു ടച്ച് വരെ എനിക്ക് വിട്ടുപോയി എന്ന് പറയാം. അപ്പം ഇവിടെ നല്ല തിരക്കാണ്, ഒത്തിരി പേര് വരുന്നുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളാണിത്. ഇപ്പം ഇവിടെയാണ് നമുക്ക് വോട്ട് ഉണ്ടായിരുന്നത്. എനിക്കും അമ്മയ്ക്കും അച്ഛനും ഇവിടെയാണ് കേട്ടോ. ചേച്ചിമാർക്ക് രണ്ടുപേർക്കും വേറെ സ്കൂളിലായിരുന്നു. അപ്പം ഒരാൾ വീട്ടിലുണ്ട്, മുത്ത ചേച്ചി വീട്ടിലുണ്ട്. അപ്പം ചേച്ചി വേറെ സ്ഥലത്താണ് പോയത്. അപ്പൊ ഞാനും അച്ഛനും കൂടെയാണ് രാവിലെ ഇങ്ങോട്ട് വന്നത്. 7 മണിക്ക് വന്നിട്ട് ഞങ്ങൾ 8 മണിയായിട്ട് പോയപ്പോ ഒരു അച്ഛൻ്റെ ഭാഗത്ത് തിരക്കായതുകൊണ്ട് നല്ല താമസിച്ചു. ഞാൻ വോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത്, ഫ്രീ ആയിട്ട് ഇരുന്ന സമയത്ത് എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ ഇതിവിടെ ഇൻഡസ്ട്രി ഡേ ഒക്കെ പണിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയെന്ന് തോന്നുന്നു. പണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ സമയത്തൊക്കെ ഇവിടെ പതാക ഉയർത്തൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റാലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ എന്തോ വന്നാണ്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റത്തെ കലോത്സവം ഈ ഒരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. സബ് ജില്ലാ കലോത്സവം ഈ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പം ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഗവൺമെന്റ് സ്കൂൾ, അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളാണിത്, ഇവിടെ വന്നത്. മൂന്നാറൊക്കെ പോകുന്ന വഴിക്കുള്ള സ്കൂളാണ് കേട്ടോ. മേ ബി കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്കൂള്. ഇവിടെയായിരുന്നു നമ്മുടെ വോട്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ വോട്ടൊക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് ഇത്തവണ ചെയ്യാത്തുണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മയാണെങ്കിലും ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക്. ഒട്ടുമിക്ക എല്ലാം തന്നെ ഇവർ ചെയ്യുമായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് വരാൻ ഒരു രീതിയിലും പോരാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് അമ്മ വരാതിരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും കൂടി വന്നു. ആൾക്കാരൊക്കെ വോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്.
വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു അമ്പലത്തിന്റെ ഭാഗത്തൊരു സ്കൂളുണ്ട്. അവിടെയും വോട്ടിംഗ് ബൂത്ത് ഉള്ളതാണ്. ഇവിടെ ഉണ്ട് ചേച്ചിമാർക്കൊക്കെ. അപ്പം അവിടെയൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ വീട്ടിൽ വന്നു. രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ ഇത്. രാവിലത്തെ ഇന്നത്തെ വാങ്ങിയിട്ട് വന്നു. ഇപ്പൊ അമ്മ ഫുൾ റെസ്റ്റിലായതുകൊണ്ട് വീട്ടിലെ ജോലികൾ മുഴുവൻ ഞാനാണ് കേട്ടോ. കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പഠിച്ചു. എല്ലാം യൂട്യൂബാണ് എങ്കിലും ഒത്തിരി ഐറ്റംസ് ഒക്കെ വെക്കാൻ പഠിച്ചു. ഇന്നിപ്പോൾ രാവിലെ എന്താ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ നേരത്തെ പോയത് കൊണ്ട് വാങ്ങുകയാണ് ചെയ്തത് പുറത്തുനിന്ന്. അപ്പം അതൊക്കെ കഴിച്ചു. പാറക്കുട്ടി ഇവിടെ എണീറ്റിട്ടേ ഇല്ല. TV-യിൽ വോട്ടിങ്ങിന്റെ കാണുന്നുണ്ട്. പക്ഷെ അത് കാണാൻ ഇവിടെ ആരുമില്ല എന്നുള്ളൂ. അതുപോലെ ചേച്ചിയും പിള്ളേരൊക്കെ പോവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇതാണ് അവരുടെ രണ്ടുപേരും. ഇവർ ഭയങ്കരമായിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് ഇവരും ഭയങ്കര വ്ളോഗിങ് ആൾക്കാരാണ് കേട്ടോ. ചാനലൊന്നുമില്ല. ഇവർ ജസ്റ്റ് ഇവരുടെ അമ്മയുടെ ഫോണിൽ പിടിച്ചു വെക്കും. എന്നിട്ട് ചുമ്മാ കാണും. അത്ര തന്നെ കേട്ടോ. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയൊരു ചുമ്മാ ഒരു മിനി കാറാണ് കേട്ടോ. റേവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു കമ്പനിയുടെ ഒരു എന്താ പറയുക, ഒരു ടോയ് കാർ മോഡലുള്ള ഒരു കാറാണ്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് പുറത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ സമയത്ത് ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് അങ്ങനെ കണ്ട ഒരു കാറാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഒരു രസത്തില് കാർ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ. ഞങ്ങള് കയറി ഓടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയിട്ട സമയത്ത് എല്ലാരും പോയി. ആളും ആരവങ്ങളെല്ലാം കഴിഞ്ഞു. അവരൊരു 3 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അച്ഛന് തന്നെ ഇരുത്താനും പറ്റാത്തൊരു അവസ്ഥയാണ്. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായത് കൊണ്ട് അവരിവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത്. അപ്പൊ അവരെല്ലാം പോയി. ഇനിയിപ്പം എന്റെ ക്ലീനിങ് പരിപാടിയാണ്. ഒരു 2 ആഴ്ചത്തെ ഇതിന് ശേഷം ഒത്തിരി സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചീഞ്ഞിരിക്കുന്നതും പൂത്തിരിക്കുന്നതായിട്ട് ഒത്തിരി പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാതെയാണല്ലോ ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ക്ലീനിങ്ങിലാണ്. ഞാനൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണി 1:15 ആയ സമയത്ത് ഞാൻ അടുക്കള കയറിയിട്ട് എന്റെ ക്ലീനിങ് നല്ല ഡീപ്പ് ക്ലീനിങ് എന്ന് പറയായിരുന്നു. നല്ല പണി ഉണ്ടായിരുന്നു. കാരണം ചേച്ചിക്കാണേലും ചേച്ചി അങ്ങനെ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ വാങ്ങി വെക്കുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാം ഒന്ന് ഒതുക്കി പറക്കുന്നത്. ഒത്തിരി ഐറ്റംസ് ഒക്കെ എടുത്ത് കളയാനുണ്ടായിരുന്നു. അങ്ങനത്തെ ക്ലീനിങ്ങും പരിപാടിയിലൊക്കെയാണ്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ് പരിപാടിയിലാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനൊരു 4:30 ഫ്രീ ആയത്, ക്ലീനിങ് മാത്രം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെയാണ്. ഇപ്പോഴത്തെ എന്റെ ദിവസങ്ങളെല്ലാം ഒട്ടുമിക്കതും ഇങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ പാചകം എല്ലാം അമ്മയായിരുന്നു. ക്ലീനിങ്ങും പരിപാടി നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് ചോറ് കറി, രാവിലത്തേക്കുള്ള ചായ. അമ്മയ്ക്ക് സ്പെഷ്യൽ ഡയറ്റ് ആണ്, അച്ഛനും സ്പെഷ്യൽ ഡയറ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കണം. നമുക്കുള്ളത് വേറെ ഉണ്ടാക്കണം. അങ്ങനെ നല്ല പണിയാണ്. സത്യം പറഞ്ഞാൽ ഈ ഫോൺ നോക്കാൻ പോലും ടൈം കിട്ടാറില്ല. എങ്കിലും മാക്സിമം എൻ്റെ കാര്യങ്ങൾ എനിക്കൊരു ടൈം ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒത്തിരി പേര് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേ ഇൻ മൈ ലൈഫ് ഒട്ടുമിക്കതും ഇങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ വഴിയേ ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ ആ ഒരു തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നമുക്കൊരു ഒരു ഫ്ലോയിലേക്ക് വന്നതിന് ശേഷം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അപ്പൊ ഇപ്പം നല്ല പണിയിലൊക്കെയാണ്, ഇങ്ങനത്തെയൊക്കെയാണ് ഓരോ ദിവസം പോകുന്നത്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇല്ലാത്തതും. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല. ഷോർട്ട് വീഡിയോ, റീൽസ് പോലും ഇടാറില്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ആളായിരുന്നു. പക്ഷെ അതിന് പോലും എനിക്കിപ്പോൾ ടൈം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുഞ്ഞിനെ നോക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ആകെപ്പാടെ പ്രശ്നങ്ങളാണിപ്പം. അപ്പം ഇങ്ങനത്തെ ഒരു ബാലൻസ് ദിവസങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇത്രേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കാം. പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ.